പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗം നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന വചനം കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6:10. അവിടെ വചനം വെളിപ്പെടുത്താണ്: കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല, സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഈ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരല്ല അച്ഛാ, കാരണം ഞങ്ങൾ ആരുടെയും കട്ടെടുക്കാറില്ലേ. പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഒരു ധ്യാന ഗുരു, ഒരു വലിയ കേരളത്തിലൊരു അച്ഛനിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ശുശ്രൂഷയിലേക്കൊക്കെ. അച്ഛൻ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ദശാംശം കൊടുക്കാത്തവൻ അതായത് ദശാംശം സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നവൻ ഭണ്ഡാരത്തിൽ നിന്ന് കക്കുന്നത് പോലെയാണെന്ന് അന്ന് എന്നെ ആത്മീയമായിട്ട് വഴി നടത്തിയ പുരോഹിതൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ കള്ളന്മാരെന്ന കാറ്റഗറിയിൽ നമ്മൾ ദശാംശം കൊടുക്കാത്തവരൊക്കെ അതിൽ പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ. അത്യാഗ്രഹികൾ, അവനത് കിട്ടി, എൻ്റെ മോൾക്കത് കിട്ടിയില്ല, അവനത് കിട്ടിയതുകൊണ്ട് എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മകൻ അവനെ അതിജീവിക്കാത്തത് കൊണ്ട്, അവന് ഒരു മത്സരത്തിൽ തോൽപ്പിക്കാത്തത് കൊണ്ട് എനിക്ക് അത്യാഗ്രഹി. പിന്നെ മദ്യപന്മാർ, ലഹരിയൊന്നും ഒരു സോഷ്യൽ ഡ്രിങ്കിൻ്റെ ഭാഗമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മദ്യപന്മാർ. പരദൂഷകർ, മറ്റുള്ളവരെ മോശം പറയുക. നമ്മുടെയൊക്കെ സംസാരങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം. കവർച്ചക്കാർ, ഒറ്റ കാര്യമുള്ളൂ, ദൈവരാജ്യം അവകാശമാക്കില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിക്കുന്നത് തന്നെ, നമ്മൾ ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. നോക്കി, ഇങ്ങനെയൊക്കെ നമ്മൾ പാടണതല്ലേ. അതായത് നിത്യമായൊരു ഭവനം ഈശോ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ജപമാല ചെല്ലുന്നത്, നോമ്പെടുക്കുന്നത്, ഉപവാസം എടുക്കുന്നത്, പരിത്യാഗങ്ങൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ, പ്രിയ സഹോദരങ്ങളെ, ഈ ലോകം മാത്രമാണ് ജീവിതം എന്ന് കരുതുന്ന മനുഷ്യരെ പോലെ, ഹതഭാഗ്യരായ മനുഷ്യരെ പോലെ ജീവിക്കുന്നു എന്നത് സ്വർഗത്തെക്കുറിച്ച് എത്രയോ വേദനയുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.